ഇരുട്ടാവും തോറും കണ്ടോട്ടോ പാമ്പ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് എപ്പിസോഡ്. ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത് ചായ കുടിക്കാൻ. കാരണം ഇവിടുത്തെ ഫാക്ടറി നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്ന ഫാക്ടറി അല്ല, ജസ്റ്റ് ഒരു ഷോപ്പാണ്, ഒരു ചോക്ലേറ്റ് ഷോപ്പ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്നുള്ള വിശേഷങ്ങൾ കവർ ചെയ്യാം. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വിസ്ലസ് ചോക്ലേറ്റ് കമ്പനി ആൻഡ് കഫേ ആണ്. ആക്ച്വലി അവിടെ കമ്പനി ആൻഡ് കഫേ എന്ന് പറഞ്ഞാലും അവിടെ ഒരു പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു സ്മോൾ ഷോപ്പ് പോലെ തന്നെയാണ്. അവിടെ അവരവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. ഇവിടെ സ്വാൻ വാലി എന്ന് പറയുന്ന ഒരു വില്ലേജ് പോലത്തെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും കുറേ ഗ്രേപ്പ് വൈൻയാർഡ്സ്, അതുപോലെ തന്നെ പലതരം കൃഷികൾ നടക്കുന്ന ഭൂമി, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ രസമാണ്. നമ്മളൊരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമൊക്കെയാണ് ഇറങ്ങിയത്. അത് കാരണം നല്ല ഒരു ഇളം വെയിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൈഡിൽ ബോർഡുകൾ കാണാം, പല വൈൻയാർഡുകളിലും ഫാക്ടറികളിലൊക്കെ. അങ്ങനെ നമ്മൾ വിസ്ലസ് ചോക്ലേറ്റ് കമ്പനിയിലെത്തി. ഇന്ന് നമ്മൾ വേറൊരു സ്ഥലം കൂടിയും കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും അവിടെ. അതിൻ്റെ പേര് ബെൽസ് റാപ്പിഡ് എന്ന് പറഞ്ഞൊരു ചെറിയ വാട്ടർഫോൾസും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ഞങ്ങളങ്ങനെ വിസ്ലസ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്, ആദർശേട്ടൻ ഫാമിലി. നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും സുവനീഴ്സൊക്കെ വാങ്ങാം. അപ്പോൾ കം ഓൺ ഗൈസ്. ഇഷ്ടായ ചോക്ലേറ്റ് ആണോ ഇത്? തോന്നുന്നുണ്ട്. ചോക്ലേറ്റ് വില്ലേജ് ആണ്. നടുവില് ഡ്രാഗൺ ഉണ്ട്. അപ്പുറം ചോക്ലേറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ചോക്ലേറ്റ് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് സാമ്പിൾ ഇതാണ്. എൻ്റെ റിവ്യൂ പറയൂ. നോർമൽ കോക്കനട്ട് ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ടേസ്റ്റില് ജെല്ലി വലിയ ഇഷ്ടമല്ല. പൊതുവെ എനിക്ക് ജെല്ലി ഇഷ്ടമല്ല. ബിസ്ക്കറ്റ് ഉള്ളത് മറ്റേ ഇത് റോസ് പെറ്റൽസ്, റോസ് ചോക്ലേറ്റ് പെറ്റൽസ് എല്ലടാ. ഇത് മറ്റേതാ, റാസ്ബെറിയാ. ഇതാണ് സ്ട്രോബെറി. സ്ട്രോബെറി റാസ്ബെറി. യെസ്, റാസ്ബെറി സിൽവർ ബാറാണ്. സ്ട്രോബെറി, ഡ്രൈ സ്ട്രോബെറി, റാസ്ബെറി, ഗോൾഡൊക്കെ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഗോൾഡ് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഒരു ചോക്ലേറ്റ് ബാറാണ്. നമുക്കിത് വാങ്ങിച്ച ടേസ്റ്റ് വാങ്ങിച്ചാലോ? പൈസ കേട്ടോ, $42. ഓൾറെഡി ബില്ലായി. സൗണ്ട് വരുന്നത് കിട്ടോ? സൗണ്ട് കിട്ടോ? അങ്ങനെ സൗണ്ട് നിറയെങ്കിൽ എയർ. ഏത് ഫ്ലേവറാ? പിസ്ത ഉണ്ടോ? പിസ്ത മതിയാ? മിന്റ് ആയിരിക്കില്ലേ? കോൺ ഓഫ് ചോക്ലേറ്റ്. യെസ്, ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മളിതിന് പേ ചെയ്യാൻ പോകാം. ഒന്നും പറയാനില്ല, ഒരു ടേസ്റ്റ് ഇല്ല. സാധാ ഐസ്ക്രീം നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്നതിനും ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നും ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. സോ പ്ലീസ് ഗൈസ്. അങ്ങനെ ഒരു മിൽക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു. അതിന്റെ റിവ്യൂ സിദ്ധാർത്ഥ പറയുന്നത് കുഴപ്പമില്ല, നല്ലതാണ്. സൂപ്പർ ബിസ്കോഫ് ഐസ്ക്രീം. How was the ice cream? Tasty? Yummy?
ഗൈസ് അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ സ്പോട്ടായ റാപ്പിഡ്സ് ബെൽ ഇവിടെ നമ്മൾ ഹൈക്കിങ്ങിന് പോവാണ്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ആ കുരങ്ങൻ എന്റെ കൂട്ടുകാരനാ. അവന്റെ പേര് ബുജി. ബുജി. എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥനെ കല്ലെറിഞ്ഞാലോ എല്ലാം കൂടി പോകണ്ട. ചെരുപ്പിടാൻ എടുക്കരുതിട്ടാ. ഞങ്ങളങ്ങനെ ഇതിന്റെ മുകളിലെത്തി. നമുക്കൊരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ അകലെ അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് ആദർശേട്ടൻ ഇത് അമർത്താൻ പോവാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഡിസ്റ്റൻസിൽ നിന്നാണ് സ്വിച്ച് അമർത്തുന്നത്. ഇത് ഇങ്ങനെ ഇറങ്ങിപ്പോന്നാ നീ പറഞ്ഞ നടന്നോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടല്ലേ. അപ്പൊ കാടുണ്ടാവും എന്റെ മനസ്സിലൊരു തോന്നല്. വഴി ആരൊക്കെ പോയിട്ടുണ്ട്. അത് അരവിന്ദാവും ഒന്നും സംഭവിക്കില്ല. ഇത് പറത്തിലാണ്. പരമാവധി പോയാൽ കുഴിയിൽ രണ്ടിട്ട് കിടക്കേണ്ടി വരും വണ്ടി എടുത്തിട്ട് വരുന്നവരെ. കിടക്കാം എല്ലാരും. ഇരുട്ടാവും തോറും കണ്ണാട്ടാ പാമ്പ് വരും. ഗൈസ് നമ്മളങ്ങനെ ഒരു കാടിന്റെ നടുക്ക് പെട്ടു. പുതിയ ഇവരെല്ലാരും ട്രാപ്പ് ആക്കിയിട്ട് നമ്മളൊരു കണ്ടന്റ് ആക്കിയിട്ട് നമുക്ക് ഇരുട്ടാണ് കണ്ടന്റ് ആണെന്നൊക്കെ തോന്നുന്നു. ആക്ച്വലി ഞങ്ങൾ പെട്ടിരിക്കുകയാണ് വഴി അറിയാണ്ട്. കൊടും കാട്ടിൽ എത്തിയിട്ട് പറയാം. നമ്മൾ RICനെ വിളിക്കണോന്ന് ആലോചിക്കുന്നുണ്ട്. വിളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സക്സസ്ഫുള്ളി ഒരു സ്ഥലം കണ്ടു. വീണ പലരും ഇത് പക്ഷെ അങ്ങോട്ടല്ല ഇങ്ങോട്ടാ നമുക്ക് വേണ്ടത്. പക്ഷെ അത് നമുക്ക് ഒപ്സിമം മാറാം. അല്ല അതാ എടാ ഞാൻ ഇത് റോഡാണ് അങ്ങ് വരെ. ഇതായിരിക്കും നല്ലത്. ഇത് റോഡാ. നമ്മുടെ ഡയറക്ഷൻ അങ്ങോട്ടാ. അങ്ങോട്ട് ഡയറക്ഷൻ അവിടെ ആദർശേട്ടനെ കണ്ടാരി പിടിച്ചോണ്ട് ആദർശേട്ടൻ വഴി ഒട്ടും കാടിനുള്ളിലാണ് ഗൈസ് നമ്മളിപ്പോ പെട്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ വഴി കണ്ടുപിടിച്ച് പൊക്കോണ്ടിരിക്കുക. അതെ, ലേറ്റ് കണ്ടെത്താണ് ഞങ്ങള് വഴി കണ്ടുപിടിക്കുന്നത്. നമ്മുടെ വഴിയാത്രകൻ മിസ്റ്റർ അരവിന്ദ്. താറേട്ടാ അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് എത്തി. ഇപ്പം സമയം ഏകദേശം ഒരു 6-7 മണി ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ടായിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അതാണ് നമ്മളെല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിരിക്കണേ. ശരിക്കും അത് നല്ലൊരു ഹൈറ്റുള്ള മലയാണ്. അത് കയറി ഇറങ്ങി വന്നപ്പോഴേക്കും എല്ലാവർക്കും വയ്യാതെയായി. പിന്നെ നമ്മൾ വട്ടം കൂടി ഇരുന്ന് ഫുഡ് എവിടെ നിന്ന് കഴിക്കുന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം സിറ്റിയിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് മെയ് 31-ാം തീയതിയാണ്. 1-ാം തീയതി ഇവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അതും സെലിബ്രേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും.
സിറ്റിയിലോട്ട് അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സിറ്റിയിലെത്തി. അവിടുന്ന് പിന്നെ എവിടെ ഫുഡ് കഴിക്കുന്ന ആലോചിച്ചിരുന്ന് നമ്മൾ നേരെ അവിടുത്തെ മോമോ പ്ലാന്റിലോട്ടാണ് പോയത്. ട്രക്കിങ്ങും ചോക്ലേറ്റ് ഫാക്ടറി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വന്നേക്കാണ്. നമ്മളിവിടുത്തെ മോമോ പ്ലാന്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ മൊമോസ് കഴിക്കാനാണ് വന്നേക്കുന്നത്. മൊമോസ് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫുഡൊന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ നമ്മൾ വിട്ടുപോയി. കണ്ടതും നേരെ വയറ്റിലോട്ടാണ് ഫുഡ് പോയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലെടുക്കുന്ന ടൈം വരെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ക്യാരംസ് ഒക്കെ കളിച്ചിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ബൈ. ഹാപ്പി ബർത്ത്ഡേ ബൈ.